വെൽക്കം ടു സൈലോൺ ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പം നമ്മളെല്ലാവരും ഇതാ പുതിയൊരു അധ്യായ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലേ. നമ്മൾ 5ാം ക്ലാസ്സിലെത്തി. UP സെക്ഷനിലെ ആദ്യത്തെ ക്ലാസ് ആണ്. നമ്മൾ പുതിയ പുതിയ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ബേസിക് സയൻസ് ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് സയൻസിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ദ ചെയിൻ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ചുറ്റും കാണുന്ന ധാരാളം ആനിമൽസിനെ പറ്റി, പ്ലാന്റ്സിനെ പറ്റി, അങ്ങനെയായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു ഫിഗർ കാണിച്ചു തരാം. ഈ ഫിഗറിൽ നിന്നും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാക്സിമം ഉത്തരം ഒന്ന് ആലോചിച്ച് പറയാനായിട്ട് ശ്രമിക്കാം. ഇനി ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തില് ഏതൊക്കെ ആൾക്കാർക്കാണ് ജീവനുള്ളത്, അതുപോലെ ഏതൊക്കെ ആൾക്കാർക്കാണ് ജീവൻ ഇല്ലാത്തത്? അപ്പൊ ഈ ജീവനുള്ള വസ്തുക്കളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ലിവിങ് തിങ്സ് എന്ന് പറയും. ഇനി മലയാളത്തിൽ ജീവീയ ഘടകങ്ങൾ എന്നും നമ്മൾ പറയും. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ ആർക്കൊക്കെയാണ് ജീവനുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പല ഉത്തരങ്ങളുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് ബേർഡ്സിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഞണ്ടുണ്ട്, ഫ്രോഗ് ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഫിഷ് ഉണ്ട്, അങ്ങനെ ധാരാളം ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജീവൻ ഇല്ലാത്തവ എന്തായിരിക്കും? ജീവനില്ലാത്തവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അജീവീയ ഘടകങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിനും കൂടെ ഈ ഒരു ഫിഗറിൽ നിന്നും നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടുപിടിക്കണം. ഏതൊക്കെ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും? യെസ്, നമുക്കിവിടെ സോയില്, മണ്ണ്, അവയ്ക്ക് ജീവനില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? വെള്ളം, വാട്ടർ കാണാനായിട്ട് പറ്റും. അത് മാത്രമല്ല നമുക്കിവിടെ സൺലൈറ്റ് കാണാനായിട്ട് പറ്റും, അതായത് സൂര്യപ്രകാശം കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഈ പറയുന്ന സോയില്, വാട്ടർ, സൺലൈറ്റ്, അതിന്റെ കൂടെ തന്നെ എയർ ഒക്കെ നമുക്ക് എബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ അജീവീയ ഘടകങ്ങളുടെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പൊ എന്തിനാണ് ഈ പറയുന്ന ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും അറിഞ്ഞിരിക്കേണ്ടതെന്ന് അറിയാവോ? കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ നമ്മുടെ കേസ് പറയുവാണെങ്കിൽ നമുക്ക് സൺലൈറ്റ് നിർബന്ധമാണ്, അല്ലെങ്കിൽ എയർ നമുക്ക് ശ്വസിക്കണം, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ വാട്ടർ കുടിക്കണം, അല്ലെങ്കിൽ പല ആവശ്യങ്ങളുണ്ട്. ഈ പറയുന്ന എല്ലാ ബയോട്ടിക് ഫാക്ടേഴ്സും എല്ലാ എബയോട്ടിക് ഫാക്ടേഴ്സും മ്യൂച്വലി ഡിപ്പെൻഡഡ് ആണ്, അല്ലെങ്കിൽ മ്യൂച്വലി ഇന്റർ കണക്റ്റഡ് ആണ്. അത് പറയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി തന്നത്. അപ്പൊ എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ജീവനുള്ളവയെ ജീവീയ ഘടകങ്ങളെന്നും ജീവനില്ലാത്തവയെ അജീവീയ ഘടകങ്ങൾ എന്നുമാണ് പറയുന്നത്. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആർ എബയോട്ടിക് ഫാക്ടേഴ്സ്. ഇനി ഇവ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ജീവിക്കുന്ന പ്രദേശത്തെ നമ്മളൊരു പേര് വിളിക്കും. നമ്മൾ 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ്. അതാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ പോണ്ട് അല്ലെങ്കിൽ കുളമെടുക്കാം. ഈ കുളത്തില് ബയോട്ടിക് ഫാക്ടേഴ്സ് ധാരാളം ഉണ്ട്. ഏതൊക്കെയാണ്? ഫിഷ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, വാട്ടർ പ്ലാന്റ് ഉണ്ട്. ഇവയൊക്കെ ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇവയ്ക്ക് ജീവിക്കണമെങ്കിൽ ആര് വേണം? സോയില്, വാട്ടർ, സൺലൈറ്റ്, എയർ, അങ്ങനെയുള്ള എബയോട്ടിക് ഫാക്ടേഴ്സ് വേണം. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ 4ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലുള്ള എല്ലാവിധ ഇൻഫർമേഷൻസും നമുക്ക് നമ്മുടെ സ്വന്തം ക്ലാസ് 5 യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്, നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച്. ആ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ചേട്ടന്മാരും നിങ്ങളുടെ ചേച്ചിമാരും അല്ലെങ്കിൽ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും നമ്മുടെ സൈലത്തിന്റെ എല്ലാവിധ ഓൺലൈൻ ട്യൂഷൻ ബാച്ചുകളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന സ്ലൈഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്ക്, ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാ മക്കൾക്കും all the very best and thank you so much. Bye bye.